ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് ശേഷം സുഖമായിരിക്കുന്നു കേട്ടോ. പുതിയൊരു അപ്ഡേറ്റിലേക്ക്, ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റിലേക്ക് തന്നെ ഏവർക്കും സ്വാഗതം. ബട്ട് ഒരു കാര്യം മുന്നേ പറയാം, ഇത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നുമല്ല. തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എടുക്കാം, എടുക്കാതിരിക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് വന്ന കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. സോ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UK സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഏവർക്കും. ഓക്കെ, സോ ആദ്യമായിട്ട് ഞാൻ ചാനൽ ഇൻഫർമേഷൻ കൊച്ചി സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ചെയ്യാം, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എത്തിക്കാം. അപ്പോൾ UK സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പച്ചയായ സത്യം പറയട്ടെ, എല്ലാവരും തന്നെ ഇവിടെ വരുമ്പോൾ പാസ്സാവാറില്ല അല്ലേ. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റികളുടെ കാരണങ്ങളുണ്ട് പാസ്സാവാതിരിക്കുന്നവരുണ്ടാവും അല്ലേ. ഈ പറഞ്ഞ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ വേണം വെച്ച് തോപ്പിച്ചിടുന്ന, റേസസിൻ്റെ പുറത്ത് തോപ്പിച്ചിടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ വേണം വെച്ച് തോപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മൾ തോറ്റ പിള്ളേരെ കൊണ്ട് തന്നെ ലൈവിൽ കൊണ്ടുവന്ന് പറയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒന്ന് അവർക്ക് വേണ്ടി വാദിച്ചതും അതിൻ്റെ പുറകെ നടന്നതൊക്കെ ഞാനാണ്. അതിൻ്റെയൊക്കെ പ്രോപ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ഇനി വേണമെങ്കിലും ഒന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തരാനും ഞാൻ റെഡിയാണ്. അത് മാത്രമല്ല, ആ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ഇവിടുത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒന്ന് ഓക്കെ. അപ്പോൾ ഇത് UK വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കുക. അത് ഞാൻ പറയാം, ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആ യൂണിവേഴ്സിറ്റി കൊണ്ട് തോപ്പിക്കുന്ന, അല്ലെങ്കിൽ പല കാരണം കൊണ്ട് തോപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മടി കാരണം തോക്കുന്ന, ക്ലാസ് അറ്റൻഡ് ചെയ്യാതെയും ക്ലാസ് സ്വിച്ച് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കാർഡ് വല്ലവർക്കും സാപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് മുങ്ങി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പാർട്ട് ടൈമിൻ്റെ പുറകിൽ 24 മണിക്കൂർ ഓടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തോക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഡെസർട്ടേഷൻ കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ച് പൊട്ടി പോകുന്ന പിള്ളേരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അതേപോലെ തന്നെ പല മെഡിക്കൽ റീസൺസ് കൊണ്ട് കോഴ്സ് പോകുന്ന ആൾക്കാരുണ്ട്. പഠിക്കാതെയും പഠിക്കാൻ ഇഷ്ടമില്ലാതെയും എല്ലാം, ഇനി പഠിച്ചിട്ടും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തോക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു നിരാശയുള്ളൊരു കാര്യം പറയട്ടെ, ഈ അടുത്ത് കുറച്ച് റിജക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ കാണാനായിട്ട് സാധിച്ചു. ഇതിനകത്ത് സ്കിൽഡ് വർക്കർ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കിയ ആൾക്കാർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കിയ ആൾക്കാർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ വലിയൊരു ആദ്യം 1-2 റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഓക്കെ 1-2 റാൻഡമായിട്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മിസ്റ്റേക്കിൽ വന്ന റിജക്ഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ അതിന് വേണ്ടി കഴിഞ്ഞ ദിവസം റീൽ ചെയ്തു, ഇങ്ങനെ ആർക്കെങ്കിലും റിജക്ഷൻസ് വന്നിട്ടുണ്ടോ. പക്ഷേ റീച്ച് അത്രയ്ക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ഒരു 10-17 ദിവസം ഞാൻ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റയുടെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആൽഗരിതം ഒക്കെ താഴത്ത് കിടക്കും, ഡൗൺ ആണ്. അതിന് നിങ്ങളൊരു സപ്പോർട്ട് വേണം. മാക്സിമം ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, താഴത്ത് കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അൽഗരിതം താഴത്ത് വീണ് പോയി കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പൊക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് കൊണ്ടുവരും. നമ്മളെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആൾക്കാരിലേക്ക് എത്തില്ല. അങ്ങനെ എത്താതിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേ പരിപാടി പണികൾ അവർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ 1-to-1 ബുക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് വീണ്ടും വരും. അതിനേക്കാളും നല്ലതിൽ ഈ ഇൻഫർമേഷൻസ് അവരിലേക്ക് എത്തിക്കുന്നത്. സോ ഓക്കെ, 1-to-1 ബുക്ക് ചെയ്യണോ അത് ഇത് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിജക്ഷൻസിൻ്റെ റീസൺ വളരെ കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കോമഡി അല്ല, നമുക്കറിയാം എവിടെയും ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ കോഴ്സ് ജയിച്ചാൽ മാത്രമേ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് എവിടെയും പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുള്ള ഞാൻ കേട്ടില്ല. ഇനി ഞാൻ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് ഇൻബോക്സ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ താഴത്ത് കിടക്കുന്നുണ്ട്, അതിനകത്ത് മെസ്സേജ് ഇടാം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ഇപ്പോൾ ഡ്രോപ്പായി, ഇതേപോലെ തോറ്റു, ഇനി കുറച്ച് സമയമുള്ളൂ, ഒരു 60 ദിവസം അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ വേണ്ടിയുള്ള സമയം, PSW അപ്ലൈ ചെയ്യാനുള്ള സമയമില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ കെയർ വിസയൊക്കെ കണ്ടെത്തി അവർക്ക് പൈസ കൊടുത്ത് വിസ എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വിസ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് റിജക്ഷൻ വന്നു. ഇപ്പോൾ ഹോം ഓഫീസ് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ്. ഞാനത് 2 ആഴ്ച മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അത് ഷെയർ ചെയ്യുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കാം. അപ്പോൾ ഹോം ഓഫീസ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഹോം ഓഫീസ് കോൺടാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ഇപ്പോൾ ഡിസിഷൻ വരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റീൽ ചെയ്തപ്പോൾ എന്നെ ഒരു 4-5-6 പേര് കോൺടാക്ട് ചെയ്തു. ഈ കോൺടാക്ട് ചെയ്തവർക്കൊക്കെ സമാനമായിട്ടുള്ള റിജക്ഷൻസും സമാനമായിട്ടുള്ള പ്രോബ്ലംസുമാണ്. ഒന്ന്, ഇവർ കോഴ്സ് സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടില്ല, പക്ഷേ ഫീസ് അടച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ പോയിട്ടുണ്ട്, PG ഡിപ്ലോമ പോലുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ആക്ച്വലി കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാരണം. പിന്നെ ചിലരുടെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് വിഡ്രോ ചെയ്തിരിക്കുന്നു, കർട്ടേൽമെൻറ്റ് ലെറ്റർ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതായത് കോഴ്സ് നമ്മളറിയാം, നമ്മൾ ക്ലാസ്സിൽ കയറാതെയും കാര്യങ്ങളൊക്കെ കർട്ടേൽമെൻറ്റ് ലെറ്റർ വന്നവർക്കൊക്കെ ഈ ഒരു ബാധകമാണെന്നും, ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അവൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു, കോഴ്സ് കംപ്ലീറ്റഡ് അല്ല എന്നേ പറയുള്ളൂ. സോ സ്വാഭാവികമായിട്ടും
അവിടെ ഒരു റെഫ്യൂസൽ വരുന്നു എന്നുള്ളത് നമ്മൾ അറിയാനായിട്ട് സാധിച്ചു. ഓക്കെ, പിന്നെ അതുമാത്രമല്ല ഈ കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാത്തവർക്ക് ഈ റിജക്ഷൻസ് വന്നതായിട്ട് ഞാൻ 2-3 കണ്ടു. അതിനൊപ്പം തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക്, അതായത് ഇപ്പോൾ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവരുണ്ടാവല്ലോ, ഹസ്ബൻഡ് വൈഫ് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഹസ്ബൻഡ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് മാറിയ ശേഷം വൈഫിനെ ഡിപ്പെൻഡൻ്റ് ആക്കാൻ നോക്കിയിട്ടും അതേ റിജക്ഷൻ, ഒരു ബാൻ അടക്കം വന്നിരിക്കുന്നു. അതായത് 1 year ബാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ അതിപ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവർ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിജക്ഷൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിൽ പോയിട്ട് സമാനമായ രീതിക്ക് അപ്ലൈ ചെയ്തു, റിജക്ഷൻസ് വന്നു. അപ്പീൽ ചെയ്തിട്ടടക്കം, ഇവരുടെ കേസല്ല, മറ്റൊരു കേസ് അപ്പീൽ ചെയ്തിട്ടടക്കം റെഫ്യൂസൽ വന്നു എന്നുള്ളതാണ്. ബാൻ അടക്കം വരുന്നു എന്നുള്ളതാണ് ഒരു കാരണം. ഞാൻ അവരുടെ റെഫ്യൂസൽ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്ലിക്കേഷൻ ഫോർ എൻട്രി ക്ലിയറൻസ് ഓർ പെർമിഷൻ ടു എൻറ്റർ മസ്റ്റ് ബി റെഫ്യൂസ്ഡ് ഇഫ് ദ അപ്ലിക്കൻറ്റ് ഹാസ് പ്രീവിയസ്ലി ബ്രീച്ച് ദ ഇമിഗ്രേഷൻ ലോ എന്നുള്ളതാണ്. ആക്ച്വലി ഇവർക്ക് ഒരു ഇമിഗ്രേഷൻ ലോ ബ്രീച്ച് ചെയ്തതായിട്ട് ഇവർക്ക് അറിയില്ല. കാരണം എന്തെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, യൂണിവേഴ്സിറ്റി നിങ്ങൾ ഫീസ് അടയ്ക്കാത്തവർക്കും ബാധകമാണ്. ഇങ്ങനെ ഒരു മെയിൽ അയക്കാറുണ്ട്, നിങ്ങളുടെ കോഴ്സ് ഞങ്ങൾ വിഡ്രോ ചെയ്യും, കർട്ടൽമെൻറ്റ് ലെറ്റർ അയക്കും എന്ന് പറയുന്നുണ്ടാവും. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ ലെറ്റർ ഹോം ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, എവിടേക്ക് ചെയ്തിട്ടുണ്ടാവും, ഹോം ഓഫീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അവർ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതിങ്ങനെ കുറേ ആൾക്കാരുടെ പേര് വന്നായിരുന്നു, പ്രശ്നം വന്നായിരുന്നു. അതായത് ഫീസ് അടയ്ക്കാൻ ഒരു ദിവസം ലേറ്റായി. സോ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു, ഹോം ഓഫീസിന് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞവർ വന്നവരുണ്ട്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഹോം ഓഫീസിന് ഇൻഫോം ചെയ്ത ആൾക്കാരുണ്ട്. സോ അങ്ങനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് വിഡ്രോ ആയിട്ടുണ്ടാവും. അതിന് ഒരു റീസൺ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇതേപോലെ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. സോ വിഡ്രോ ചെയ്തപ്പോൾ എന്തായി, ഹോം ഓഫീസിന് നോട്ടിഫിക്കേഷൻ ഇവർക്ക് വന്നില്ല. ഇവർ വിചാരിച്ചു ഒരു പ്രശ്നമില്ല എന്ന്. ഇവർ അതിനുശേഷം ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് റീസൺ അതാണ്. ഓവർ സ്റ്റേഡ് പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതേപോലെ തന്നെ ഹോം ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വിസയ്ക്ക് ഫയൽ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഓവർ സ്റ്റേ ആയിട്ടുണ്ട്. അതായത് ഹോം ഓഫീസിന് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, ദ റിലവൻറ്റ് ടൈം പീരീഡ് അണ്ടർ പാരഗ്രാഫ്, കുറച്ച് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഈസ് and the person previously breached more than one immigration law, only the breach which lead to the longest period of absence from the UK will be considered. അതായത് 1 year അവർക്ക് ഇത് കൊടുത്തു, 12 monthsൻ്റെ എന്താ പറയുക, ഒരു ബാൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പ്രീവിയസ്ലി ഈ വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻറ്റ് വിസ. പക്ഷേ 15th September അവിടെ ഒരു കർട്ടൈൽമെൻറ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്താന്ന് പറയുക, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ലീവ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് അപ്പോൾ പാവങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ സമാനമായ രീതിക്ക് കുറേയധികം റിജക്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഇനി വേറെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതേപോലെ തന്നെ ഒരു പുള്ളിക്കാരിക്ക് റിജക്ഷൻ വന്നതാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ട്സേ ഉള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോയ്ക്കകത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് റെഫ്യൂസൽ വന്നതിൻ്റെ കുറേ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് എന്തിൻ്റെ റീസണിൻ്റെ പുറത്താണ് റെഫ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോഴ്സ് നമുക്കറിയാം ഒരു മാസ്റ്റേഴ്സ് ആയിരിക്കും ഇവിടെ എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഫീസ് അടയ്ക്കാൻ ലേറ്റ് ആയിട്ടുണ്ടാവാം. ഇനി ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും കോഴ്സ് ഫെയിലായിട്ടുണ്ടാവും. ഫെയിലായ ശേഷം നിങ്ങളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചോദിക്കും. യൂണിവേഴ്സിറ്റി നിങ്ങൾ കോഴ്സ് പാസ്സായിട്ടില്ല എന്നേ പറയുള്ളൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വിസ റെഫ്യൂസൽ ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ എത്രയും പേരുടെ ഒരു അനുഭവം വെച്ചിട്ട് എവിടെയൊക്കെയോ കുറച്ച് പേർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ നമ്മുടെ സോളിസിറ്ററിനോട് ചോദിച്ചപ്പോഴും സോളിസിറ്റർ പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ റിജക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു, കേട്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലതും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴും താഴത്തെ അതേപോലെ സെയിം സമാനമായ രീതിക്ക് റിജക്ഷൻ വന്നവർ കുറച്ച് പേര് വന്നു. മെയിൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ UK കോഴ്സ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് പാസ്സാവാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിറ്റികൾ
അറ്റ്ലീസ്റ്റ് നമുക്ക് കോഴ്സ് പാസ്സായാലാണെങ്കിൽ PSW എങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വിസയിലെങ്കിലും മാറാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് എല്ലാവരും ഇതേപോലെ വരും, ഇനി എല്ലാവരും ഇങ്ങനെ വരുമെന്നൊന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു, കേട്ടു. അത് നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ UK-ലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉടായിപ്പ് യൂണിവേഴ്സിറ്റി, തട്ടിക്കുട്ടി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാവി കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു കാര്യം, ഇതേപോലെ ജയിക്കുമെങ്കിലും ചെയ്യണം, അറ്റ്ലീസ്റ്റ് നമ്മൾ പാസ്സാവുമെങ്കിലും ചെയ്യണം. അതല്ലെങ്കിൽ ഇതേപോലെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് പോലും വള്ളിയാവുന്നു, അത് നാട്ടിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് പോലും വള്ളിയാവുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയും റെഫ്യൂസ് ആവുന്നുണ്ട്, ഇതുപോലെ സ്കിൽഡ് വർക്കർ വിസയിലേക്കും റെഫ്യൂസ് ആവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക, മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. എനിക്ക് ഇതിന് കൂടുതൽ തെളിവുകൾ ഞാൻ ഇനി കൊണ്ടുവന്ന് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ തെളിവുകൾ എടുത്ത് തരേണ്ടി വരും. വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഷെയർ ചെയ്തു. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.